മറ്റൊരു കൗതുകകരമായ അല്ലെങ്കിൽ പ്രാധാന്യമുള്ളൊരു വിഷയം കൂടിയാണ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടക്കുന്ന സ്ഥലത്ത് പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കൂ. ഇവിടുത്തെ ഇന്ത്യക്കാരാണ് അത് സംഘടിപ്പിക്കുന്നത്. അവിടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ അടക്കം പിന്തുണ ആർജിച്ചുകൊണ്ടാണ് അവർക്ക് അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. മറ്റൊരു രാജ്യത്തിലെ ഒരു പ്രചാരണ പരിപാടിക്ക് ഒരുപക്ഷെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരുടെ ഗ്രൗണ്ടിൽ ഇടം കൊടുക്കുന്നത് തന്നെ ആദ്യമായിരിക്കും. അപ്പോൾ മലയാള തനിമയുള്ള സ്വഭാവത്തിലുള്ള പ്രചാരണ പരിപാടിയായിരുന്നു അത്. വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പരിപാടി. അവിടുത്തെ സിഡ്നി മലയാളി അസോസിയേഷനാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ലോകം തന്നെ മറന്ന ഒരവസ്ഥയാണ്. പക്ഷെ നമ്മൾ സിഡ്നിയിലെ മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല. ഞങ്ങൾക്കിത് മറക്കാനും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എന്താ പറയുക, ഒരു റീഹാബിലിറ്റേഷൻ വർക്ക് അല്ലെങ്കിൽ ഒരു റീബിൽഡിംഗ് വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മളാലാവുന്ന സഹായം ചെയ്യാനായിട്ട് നമ്മൾ പല പല പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു കാർണിവൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ് റേസ് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയ ഈ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിന് വേണ്ടി, കേരളത്തിലെ പ്രളയത്തിൽ വീടുകളും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരെക്കുറിച്ചുള്ള ഒരു അവയർനെസ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ആൾക്കാർക്കൊരു സന്തോഷം, എല്ലാം എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ലോകം അറിയുകയും ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അറിവിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് ഇത്രയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കോസിന് ക്രിക്കറ്റ് ഓസ്ട്രേലിയക്ക് ഇത്രയും വലിയ സപ്പോർട്ടോടുകൂടെ നമ്മളോട് എന്ത് വേണമെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അവരുടെ സപ്പോർട്ട് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു.